സൃഷ്ടിച്ച ഒരു നേതൃത്വമാണ് ഞങ്ങളുടെ നേതൃത്വം, പാണക്കാട് കുടുംബം. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലും കേരളത്തിൽ മതേതരത്വം നിലനിർത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ വഹിക്കുന്ന പങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇപ്പം ജസ്റ്റ് നൗ ശ്രീ ജോയി വന്നു പോയത് നിങ്ങൾ കണ്ടു. അങ്ങനെ പല നിയോജകമണ്ഡലവും എടുത്തു നോക്കിയാൽ കേരളത്തിൽ വർഗീയതക്കും വിഭാഗീയതക്കും ഒരു സ്ഥാനവും ഇല്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. ആരും അത് പറഞ്ഞിട്ട് കാര്യമില്ല. വർഗീയത അതാണ് മനസ്സിലാകുന്നത്. അതിൽ വലിയ പങ്ക് ഞങ്ങൾ വഹിക്കുന്നു. പാണക്കാട് കുടുംബം പരമ്പരാഗതമായി ആ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നു. അതിന് കിട്ടിയ അംഗീകാരമാണ് ഇപ്പോൾ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ്, അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം, അതൊക്കെ അതിൻ്റെ അംഗീകാരമാണ്. അതെ, അങ്ങനെ തന്നെ. അവരിപ്പോൾ ഈ അടുത്ത കാലത്ത് എടുത്ത സ്റ്റാൻഡുകൾ ഒരു ഇടതുപക്ഷത്തിന് യോജിച്ചതല്ലല്ലോ. അവർ പ്രതിനിധീകരിക്കേണ്ടത് കമ്മ്യൂണിസത്തെയാണ്. നമുക്ക് കമ്മ്യൂണിസത്തോട് ആശയപരമായി വിയോജിപ്പുണ്ടാവാം, പക്ഷേ അതിനൊരു സോഷ്യൽ സൈഡുണ്ട്. പക്ഷേ കമ്മ്യൂണലിസത്തിന് അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണലിസത്തിൻ്റെ ഒരു വലയിൽ ചെന്ന് പെട്ടാൽ അത് കേരളം അംഗീകരിക്കുകയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. വലിയ പാർട്ടിക്കകത്തു തന്നെയുള്ള ആക്രമണം സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാഗത്ത് കടന്നാക്രമിക്കപ്പെടുന്നുണ്ട് നേതാക്കളെയൊക്കെ. അല്ല, അത് പിന്നെ നമ്മളെ സമൂഹത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ. ഞങ്ങളൊന്നും അങ്ങനെ പാർട്ടാവുന്നില്ല. വീണെടുത്തിട്ട് കല്ലിടുന്നത് നമ്മളെ സ്വഭാവമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ അവർ ചിന്തിക്കണം. കാരണം ഈ കുറേ ആളുകൾ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് എൻഡോസ് ചെയ്യുന്ന ഒരു നിലപാട് അവരൊരിക്കലും എടുക്കാൻ പാടില്ല. അതുണ്ട്. വെറുതെ വിമർശിക്കുക മാത്രമല്ല, ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട് എന്ന് മാനിഫെസ്റ്റോ വഴി കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. അത് ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എങ്ങനെയാ പയ്യന്നൂരൊക്കെ ജയിക്കുന്നത്? ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. അതറിയില്ല. അത് മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനീഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് നൗ തങ്ങളുമായിട്ട്, അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അത് എൻ്റെ പരിധിയിൽ അത് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമ്യമായി ഒക്കെ നല്ല നിലയിൽ തിരിയും. എന്തായാലും UDFിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും ഉണ്ടാകില്ല. കോൺഗ്രസ് ആണ് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. കോൺഗ്രസ് ആ ഇനീഷ്യേറ്റീവിന് വേണ്ടി എടുക്കുന്നത് കാത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്തായാലും ഇത് സംബന്ധിച്ചൊക്കെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു പ്രാഥമിക ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി വിഷയം അത് വലിയ രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതോടൊപ്പം വർഗീയതയോട് ഈ തരത്തിൽ കീഴ്പ്പെട്ടതാണ് LDFന് വലിയ തിരിച്ചടി ഉണ്ടായത് എന്നത് കൂടി കുഞ്ഞാലിക്കുട്ടി വിമർശിക്കുക കൂടി ചെയ്യുകയാണ്. എന്തായാലും ഈ പറഞ്ഞ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് കൂടി കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്.